വെൽക്കം ടു ഫീനാസ് കിച്ചൻ. ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ മത്തിക്കറി അല്ലെങ്കിൽ മത്തി മുളകിട്ടത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി ഒരു ചട്ടി സ്റ്റവിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ കൊണ്ട് തന്നെ തയ്യാറാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കണം, അല്പം കരിവേപ്പിലയും. ഇനി ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂണും കൂടെ 4-5 വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. 15ഓളം ചെറിയുള്ളി ചതച്ചതും ചേർത്ത് ഇതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇപ്പം എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം ഒരു വലിയ പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി എല്ലാം വഴറ്റിയെടുക്കണം. തക്കാളി നന്നായി വെന്ത് ഒരു കുഴമ്പ് പരുവത്തിൽ വരണം, എന്നാലേ നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്കായി കിട്ടുകയുള്ളൂ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉള്ളിയുമായിട്ടൊക്കെ നന്നായി ചേർന്ന് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കറിക്ക് നല്ല കൊഴുപ്പും കളറും കിട്ടും. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി ചേർത്താലും മതിയാകും. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നല്ലതുപോലെ വഴറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ അല്പനേരം കൂടി ഇതുപോലെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം നല്ലതുപോലെ വഴണ്ട് പച്ചമണമൊക്കെ മാറി തക്കാളിയും ഉള്ളിയും ഒക്കെ ആയിട്ട് നമ്മുടെ മസാലയൊക്കെ മൂത്ത് എണ്ണയുമായിട്ട് നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നന്നായി കഴുകി കുതിർത്തി വെച്ച 3 കഷ്ണം കുടംപുളി വെള്ളത്തോടു കൂടി ചേർക്കണം. കുടംപുളി ഇല്ലെങ്കിൽ വാളംപുളി ചേർത്താലും മതി. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ കറിക്ക് വേണ്ടി 1 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് 3 പച്ചമുളക് നടുവേ കീറിയത്, കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരട്ടെ. കറി നന്നായി തിളച്ച് വരുമ്പോൾ മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കിലോ അളവിൽ മത്തി ചെറുതായി ഒന്ന് വരഞ്ഞ് ഇതുപോലെ കറിയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറിയിലേക്ക് മത്തിയെല്ലാം മുങ്ങുന്ന വിധം തവി വെച്ച് നമുക്കിതുപോലെ ഒന്ന് താഴ്ത്തി കൊടുക്കാം. ഇനി ചട്ടി അടച്ചു വെച്ച് 7-8 മിനിറ്റ് മാത്രം മതി മീനൊന്ന് വെന്ത് കിട്ടാൻ. ഇനി നമുക്ക് സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ചാറൊക്കെ വറ്റി പുളിയും ഉപ്പും എല്ലാം മത്തിയിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേരുമ്പോൾ നമ്മുടെ മത്തിക്കറിക്ക് നല്ല മണവും രുചിയും ഉണ്ടാകും. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് നമുക്ക് ഈ ചട്ടി ഒന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചട്ടി ചുറ്റിച്ചു കൊടുക്കുകയും വേണം. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാലോ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇനി വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി. എല്ലാവരും മത്തി വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഞാൻ ഇടുന്ന പുതിയ റെസിപ്പികൾക്കായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇനി ഇതുപോലെ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.